ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് എ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഇൻ 5 സിമ്പിൾ സ്റ്റെപ്സ്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഗ്രോ ചെയ്യാനും ഒക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? വെറുതെ പോസ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് ലീഡ്സ് വരുമോ? അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ട്രാവൽ ഏജൻസീനെ എടുക്കാം. ഓക്കെ, ഒരു ട്രാവൽ ഏജൻസിയാണ് നമ്മുടെ ക്ലയൻറ്റ് എന്ന് വിചാരിക്കുക. ഈ ട്രാവൽ ഏജൻസിക്ക് നമ്മളൊരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ആദ്യമേ തന്നെ സ്റ്റെപ്പ് 1, ഡിഫൈൻ യുവർ ഗോൾസ്. നമുക്ക് എന്തൊക്കെ ഗോൾസ് ആണ് ഉള്ളത് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇൻക്രീസ് ബ്രാൻഡ് അവയർനെസ്, ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവ് വെബ്സൈറ്റ് ട്രാഫിക്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക, അതിൽ നിന്ന് കൺവേർഷൻസ് നടക്കുക എന്നുള്ളതാവാം. അതല്ലെങ്കിൽ ജനറേറ്റ് ലീഡ്സ് ഓർ സെയിൽസ്, നമുക്ക് സെയിൽസിൻ്റെ ലീഡ്സ് മാത്രം എടുത്താൽ മതി എന്ന്. ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്യണം. പക്ഷെ എപ്പോഴും ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച്, അതിപ്പോൾ ട്രാവൽ ഏജൻസി എന്നല്ല, ഏത് ബ്രാൻഡിനെ സംബന്ധിച്ചും ഒരു ആളുകളെ, അതായത് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് എന്താണോ വേണ്ടത് ആ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് കൊടുക്കുന്നതായിരിക്കും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആളുകൾ നമ്മളിലേക്ക് എത്താനും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അതിനെ ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി വെറുതെ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഡിഫൈൻ യുവർ ഗോൾസ്, എന്താണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ട ഗോൾസ്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. രണ്ടാമത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യേണ്ടത് നോ യുവർ ഓഡിയൻസ്. നമ്മുടെ ആളുകൾ, നമ്മുടെ ഓഡിയൻസ് ഏത് ടൈപ്പ് ഓഡിയൻസ് ആണ് എന്നുള്ളത് നോക്കണം. ഇപ്പം ഇവിടെ ഒരു ട്രാവൽ ഏജൻസിനെ സംബന്ധിച്ച് കൂടുതലും യാത്രകൾക്ക് പോകുന്നത് ചെറുപ്പക്കാരായിരിക്കും. ഒരു ഒരു 18 വയസ്സ് തൊട്ടിട്ട് പിന്നെ നമുക്ക് ഈ വരുന്നൊരു 30-40 വയസ്സ് വരെയൊക്കെയുള്ള ആളുകളൊക്കെ ഒരു ട്രിപ്പിന് എപ്പോഴും റെഡി ആയിരിക്കും. അപ്പം നമ്മുടെ ഒരു ഓഡിയൻസിന് അവരുടെ ബയർ പേഴ്സണാസ് എന്ന് പറയും. അതായത് നമ്മൾ അവരുടെ ഏജ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ഡെമോഗ്രാഫിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു കോണ്ടന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് റീല് കണ്ടിരിക്കുന്നതായിരിക്കും രസം. ഒരു ലൊക്കേഷനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ലൊക്കേഷനെ കുറിച്ച് നമ്മൾ റീൽസ് ഇട്ട് കഴിയുമ്പോഴത്തേന് ആളുകൾക്ക് അത് കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ചോയ്സസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ട്രാവൽ ഏജൻസിന് ഫോർ എക്സാമ്പിൾ വേറൊന്ന് പറയണം, നമ്മളൊരു ഗെയിമേഴ്സിൻ്റെ ഒരു കണ്ണടകളാണ് കൊടുക്കുന്നത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗെയിമേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും തീർച്ചയായിട്ടും ഒരു 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കില്ല, തീർച്ചയായിട്ടും ചെറുപ്പക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഗെയിമേഴ്സിനെ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു ഇന്ന ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോ യുവർ ഓഡിയൻസ്. നമ്മൾ ഈ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിൻ്റെ ഒരു ഡെമോഗ്രാഫിക്സ് നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തേത് സ്റ്റെപ്പ് 3, ചൂസ് ദ റൈറ്റ് പ്ലാറ്റ്ഫോംസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാ പ്ലാറ്റ്ഫോംസും എല്ലാ ബിസിനസ്സിനും സ്യൂട്ടബിൾ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു B2B ബിസിനസ്സിനെയൊക്കെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് ലിങ്ക്ഡിൻ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഒരു ട്രാവൽ ഏജൻസിനെ സംബന്ധിച്ചിട്ട് ലിങ്ക്ഡിൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ കോണ്ടന്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഏത് പ്ലാറ്റ്ഫോംസ് വേണം. ഇപ്പോൾ ഒരു ട്രാവൽ ഏജൻസിനെ സംബന്ധിച്ച് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടുവെക്കണം. അവിടെ ആയിരിക്കണം നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ്, വീഡിയോ പോകണം, അതുപോലെ തന്നെ പോസ്റ്റുകളായിട്ട് പോകണം, നമ്മുടെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ ബ്ലോഗായിട്ട് പോവാം. അപ്പോൾ ഇങ്ങനത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൃത്യം ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതാണ് മൂന്നാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമത്തേത് പ്ലാൻ യുവർ കോണ്ടന്റ്. നമ്മൾ കോണ്ടന്റ് പ്ലാൻ ചെയ്യണം. എങ്ങനെ വേണം, ഇപ്പോൾ ആഴ്ചയിൽ 2 റീല് പോകണം എന്നാണെങ്കിൽ നമ്മൾ റീൽസ് വീക്ക്ലി നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതല്ല ഇനി പോസ്റ്റുകൾ, ഇൻഫോർമേറ്റീവ് പോസ്റ്റുകൾ, നമ്മൾ ഓരോ ലൊക്കേഷനെ കുറിച്ച് കൊടുക്കുന്ന പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് പോസ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്കൊരു 2 എന്നുള്ള വെച്ചിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ പോകണമെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. നമ്മുടെ സ്ട്രാറ്റജിയും നമ്മുടെ ബഡ്ജറ്റും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന കോണ്ടന്റ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ട്രാക്ക് ആൻഡ് അഡ്ജസ്റ്റ് യുവർ സ്ട്രാറ്റജി. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മളിതിങ്ങനെ പോസ്റ്റ് ചെയ്ത് മാത്രം പോയാൽ പോരാ, നമ്മൾ ഇതിൻ്റെ ഒരു ആളുകൾ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് മോണിറ്റർ കീ മെട്രിക്സ്, അതായത് എത്ര ലൈക്ക് കിട്ടി, എത്ര ഷെയർസ് പോയി, ഇനി അതിൽ നിന്ന് എത്ര കൺവേർഷൻസ് നടന്നു, ആർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, റീല് ഇങ്ങനെ തുടങ്ങി ഇതിൻ്റെ എല്ലാ മെട്രിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ട്രാറ്റജി അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലെ റീൽ ഒരുപാട് പോകുന്നു, അല്ലെങ്കിൽ റീലിന് കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റുകളുടെ എണ്ണം കുറച്ചിട്ട് നമുക്ക് കൂടുതൽ റീലുകൾ സപ്പോർട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ സ്ട്രാറ്റജി. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം ആദ്യമേ തന്നെ. അതിന് ഗൂഗിൾ അനലിറ്റിക്സ് പോലുള്ള ട്രാക്കിംഗ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ 5 സിമ്പിൾ സ്റ്റെപ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.